പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് 13 പവൻ സ്വർണം കാണാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫോർട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ പരിശോധന നടന്നു വരികയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി അമ്പലത്തിൽ സ്വർണം പൂശൽ പണികൾ നടക്കുന്നുണ്ട്. തെക്കേനടയിലെ താഴികക്കുടത്തിൽ സ്വർണം പൂശൽ പണികളാണ് നടന്നുകൊണ്ടിരുന്നത്. തമിഴ്നാട് സ്വദേശികളായ യുവാക്കളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പണികൾ പൂർത്തിയാക്കി ഈ സ്വർണം അളന്ന് തിരിച്ച് വെച്ചതിനു ശേഷം ഇന്ന് വീണ്ടും പണി പുനരാരംഭിക്കുന്നതിന് വേണ്ടി നൽകുമ്പോഴാണ് സ്വർണത്തിന്റെ അളവിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന് സംശയം തോന്നുന്നത്. തുടർന്ന് തൂക്കി നോക്കിയപ്പോഴാണ് 13 പവന്റെ സ്വർണത്തിന്റെ വ്യത്യാസം കണ്ടെത്തുന്നത്. ഇതോടെ ക്ഷേത്ര ഭാരവാഹികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തിവരികയാണ്. DCP അടക്കമുള്ളവർ അമ്പലത്തിലേക്ക് എത്തി പരിശോധന നടത്തിവരുന്നുണ്ട്. നിലവിൽ ഇത് ഇപ്പോൾ കാണാതെ പോയി എന്നൊരു നിഗമനത്തിലാണ് പോലീസിലുള്ളത്. മോഷണത്തിലുള്ള സാധ്യതകൾ പോലീസ് തള്ളിക്കളയുകയാണ്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയിലായതുകൊണ്ട് തന്നെ മോഷണത്തിലുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അമ്പല പരിസരത്ത് തന്നെ ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ മെഷീനുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് അമ്പലത്തിനുള്ളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ തന്നെ ഈ സ്വർണം ഉണ്ടാകും എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഭക്തർ നൽകിയിട്ടുള്ള സ്വർണം അത് ഉരുക്കി കട്ടയാക്കി അതാണ് ഇപ്പോൾ ഇവിടെ സ്വർണം പൂശലിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഷണം പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇത് ഈ അമ്പലത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നതും. ഇവിടെ ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന തമിഴ്നാട് സ്വദേശികളെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ പണി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സ്വർണം എന്തായാലും അമ്പലത്തിൽ തന്നെ ഉണ്ടാകും, ക്ഷേത്ര പരിസരത്ത് തന്നെ ഉണ്ടാകും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതോ മറ്റെന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല CCTV പരിശോധിച്ചാണ് പോലീസ് ഇപ്പോൾ ഇവിടെ തിരച്ചിൽ തുടരുന്നതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സംശയാസ്പദമായ ഒന്നും പോലീസ് ഇതുവരെ അറിയിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും പോലീസ് ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് പരിശോധന നടത്തി വരികയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അശ്വിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.